ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും മികച്ചതും മനോഹരവുമായ പ്രണയ സിനിമകൾ സമ്മാനിച്ച സംവിധായകനാണ് മണിരത്നം. റോജയിലൂടെയും അപൂർവ രാഗത്തിലൂടെയും അലൈപ്പായുതയിലൂടെയും ഒക്കെ കൺമണിയിലൂടെയും വിവിധ കാലഘട്ടത്തിലുള്ള പ്രണയങ്ങൾ മനോഹരമായി തിരശ്ശീലയിൽ അവതരിപ്പിക്കുവാൻ മണിരത്നത്തിനായിട്ടുണ്ട്. സിനിമയിലെ നായകന്മാരെ പോലെ തന്നെ സംവിധായകനായ മണിരത്നവും റൊമാൻസ് കൈമുതലായുള്ള വ്യക്തിയാണെന്നാണ് സംവിധായകന്റെ ഭാര്യയും നടിയുമായ സുഹാസിനി പറയുന്നത്. സിനിമാ ലോകത്തെ യുവ സംവിധായകൻ എന്ന നിലയിൽ ചുവടുറപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മണിരത്നം സുഹാസിനിയുമായി അടുക്കുന്നത്. ആ സമയത്ത് സുഹാസിനി തെന്നിന്ത്യയിൽ തിളങ്ങി നിൽക്കുന്ന നായികയാണ്. ഈ സമയത്ത് സംവിധായകനായ മണിരത്നമാണ് നായികയോട് തൻ്റെ ഇഷ്ടം വെളിപ്പെടുത്തുന്നത്. എന്നാൽ പാരമ്പര്യം പിന്തുടരുന്ന കുടുംബത്തിൽപ്പെട്ടയാളാണ് താനെന്നും പ്രേമിച്ചു നടക്കാൻ സമയമില്ലെന്നായിരുന്നു സുഹാസിനിയുടെ മറുപടി. വിവാഹത്തിൽ മാത്രമാണ് താൻ വിശ്വസിക്കുന്നതെന്നും സുഹാസിനി പറഞ്ഞു. എന്നാൽ ഈ വാക്ക് അതേപടി ഏറ്റെടുക്കുകയും വിവാഹം ചെയ്യാൻ തയ്യാറാണെന്നുമായിരുന്നു മണിരത്നത്തിന്റെ മറുപടി. ഇതോടെ 1988 ഇരുവരും വിവാഹിതരായി. വിവാഹശേഷമാണ് ഇരുവരുടെയും പ്രണയം ശരിക്കും ആരംഭിച്ചതെന്ന് സുഹാസിനിയും മണിരത്നവും പറയുന്നു. 1992 ഇവർക്ക് ഒരു ആൺകുട്ടി ജനിക്കുന്നത്. നന്ദൻ മണിരത്നം എന്നാണ് ആൺകുട്ടിയുടെ പേര്.